മാറ്റമില്ലാത്ത ഏതിനാണ്? എനിക്ക് തോന്നുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ബാക്കിയെല്ലാം മാറിയിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ഈ ചാനലിൽ തന്നെ, ഹോം ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്ന വീടുകൾ. ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വീടാണ്. മലപ്പുറത്താണ്. എൻ്റെ സുഹൃത്തായ സലീമിൻ്റെ വീടാണ്. അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ ആർക്കിടെക്റ്റ് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് പണിതിരിക്കുന്നു. ആർക്കിടെക്റ്റിൻ്റെ ഫേമിൻ്റെ പേര് ALMA ആർക്കിടെക്ട്സ് എന്നാണ്, മലപ്പുറത്ത് തന്നെ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭവനമാണ് വൈറ്റ് ഹൗസ്. വെള്ള നിറത്തിൽ പൂർണ്ണമായിട്ടും വെള്ള കളറിലുള്ള ഒരു വൈറ്റ് ഹൗസ്. ഇറ്റ്സ് മീ അജയ് ശങ്കർ. വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽഡ്. അപ്പോൾ ഈ ചാനലേ ഡോക്ടർ ഇന്ത്യയുടെ അല്ല, ഹോം ഡീറ്റെയിൽഡ് ആണ്. പലരും പറഞ്ഞു എൻ്റെ ഫേസ് കാണുമ്പോൾ ഡോക്ടർ ഇന്ത്യ ആണെന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ കാണുന്നത് ഹോം ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ ഹോം ടൂറിൻ്റെ മാത്രമുള്ള ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറന്നു പോരുത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കും. കാര്യം സലീമുമായിട്ട് നമ്മൾ അവസാനം സംസാരിക്കുന്നുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുപയോഗിക്കുന്ന വെട്ടുകല്ലാണ്. മലപ്പുറത്തുള്ള വെട്ടുകല്ല്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ മംഗലാപുരം സൈഡിലൊക്കെയാണ് വെട്ടുകല്ലുകൾ അധികമായിട്ട് കിട്ടുന്നത്. അങ്ങനെ വെട്ടുകല്ല് വെച്ചിട്ടാണ് ഈ വീട് പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉയർന്ന പ്രദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ബേബി മെറ്റൽസ് വെച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന കാണാം. പിന്നെ അത് കൂടാതെ സൈഡിൽ കൂടെ എല്ലാം തന്നെ നാച്ചുറൽ ഗ്രാസ് വൃത്തിയായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് വെട്ടിക്കളയേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദറിന് നിർബന്ധം ഉണ്ടായിരുന്നു മരങ്ങളൊന്നും പോകരുത് എന്നുള്ളത്. അതുപോലെ ഈ തെങ്ങൊക്കെ ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈൻ സിമെട്രി നോക്കിക്കഴിഞ്ഞാൽ വീട് ഒരു ഒരു കോണ്ടംപററി സമകാലികമായിട്ടുള്ള ഡിസൈനാണ്. ഒരു ബോക്സ് ഡിസൈൻ പൂർണ്ണമായിട്ട് പോയിരിക്കുന്ന കാണാം. അതിൽ ഈ ഒരു എലവേഷൻ അത് മുകളിലുള്ള ബെഡ്റൂമിൻ്റെതാണ്. അത് അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഫീല് കൊടുത്തുകൊണ്ട് ഓപ്പൺ കോൺസെപ്റ്റിലാണ്, ഡബിൾ ഹൈറ്റിലാണ് ഈ വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിലോട്ട് വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും ഇതിങ്ങനെ കർവ് ചെയ്ത് ഉള്ളൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. പ്രത്യേകമായിട്ട് അവിടെ ടൈലുകളൊക്കെ ഇനി ഇടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സാധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേബി മെറ്റൽസൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോണ്ടംപററി ഡിസൈൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ ഡിസൈൻ കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡബിൾ ഹൈറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഡബിൾ ഹൈറ്റിൽ ഇവിടെ നമ്മളൊരു ജനാല കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് സ്റ്റീലാണ്. ജനലുകൾ അധികവും സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റീൽ എലമെൻറ്റ്സ്, MS-ൻ്റെ എലമെൻറ്റ്സൊക്കെ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 2300 സ്ക്വയർ ഫീറ്റിനകത്താണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ നിൽക്കുന്നത് വണ്ടിയൊക്കെ വന്ന് ഇറങ്ങി കാർ പോർച്ചിലോട്ട് വണ്ടി ഇടാൻ പാകത്തിനുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. അവിടെ തന്നെ ഇവിടുത്തെ ഫ്ലോറിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പല രീതിയിൽ നമുക്ക് ഫ്ലോറിങ്ങുകൾ കൊടുക്കാം. ഔട്ട്സൈഡ് ഫ്ലോറിങ്ങുകൾ ഇവിടെ നമ്മുടെ ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ നിങ്ങളെന്നെ കാണുന്നത് ഈ ഒരു ബോക്സ് കട്ട്, അതായത് ഈ വീടിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് ഡിസൈൻ കൃത്യമായിട്ട് ആ ബോക്സ് കട്ടിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടിലായിട്ടാണ് കയറാൻ പോകുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും ഒരു 3 ചെയർ ഇട്ട് ആ ചെയറിൻ്റെ ബാക്കിലായിട്ട് ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഏരിയ എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി അതിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും MS-ൻ്റെ സ്ട്രക്ചർ അടിച്ച് അതിൽ മെഷ് അടിച്ചിട്ടാണ് ഇവിടം കവർ ചെയ്തിരിക്കുന്നത്. അകത്തോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെയായിട്ടും കാണാൻ സാധിക്കും MS-ൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഒരു വാതിൽ പോലെയാണ്. ഇങ്ങനെ അടച്ചിടാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. MS-ൻ്റെ സ്ട്രക്ചർ അതിലോട്ട് വൈറ്റ് പെയിൻ്റ് ആയിരിക്കുന്നത്. വൈറ്റ് ഹൗസ് എന്ന് പേരിടാൻ കാര്യം ഈ വീട് പൂർണ്ണമായിട്ടും വൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഫ്ലോറിങ് 4x2 മാറ്റ് ഫിനിഷ് ടൈൽ അല്ലെങ്കിൽ ബട്ടർ ഫിനിഷ് ടൈലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറാണ്. ഒരു വുഡൻ ഡോർ തന്നെ, പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോങ് ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ള ഡോറുകൾ, അത് വൈറ്റ്. സാധാരണ ഡോർ ചെയ്യുമ്പോഴത്തേക്കും ആ വുഡൻ കളർ നമ്മൾ നിലനിർത്താറുണ്ട്. പക്ഷേ നമ്മുടെ ആർക്കിടെക്റ്റിന്, ഈ വീടിൻ്റെ ഉടമസ്ഥന് ഇതെല്ലാം വൈറ്റ് എന്നുള്ള എലമെൻറ്റിൽ തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡോറും വൈറ്റ് ആക്കി നിലനിർത്തിയത്. നമുക്ക് അകത്തോട്ട് കയറാം. ഡോറ് വരുമ്പോഴത്തേക്ക് 110 സൈസ്. നോർമലി നമ്മൾ 90, 100, 110, 120 വരെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ലിവിങ് ഏരിയയിലേക്ക് വരാം. ഒരു കോർണർ സോഫ ആയിട്ടുള്ള ലിവിങ് ഏരിയ. ഈ വീട് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കണം കേട്ടോ. അതായത് ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. എനിക്കിങ്ങനെയുള്ള ഓപ്പൺ കോൺസെപ്റ്റുകളോട് എപ്പോഴും താല്പര്യം. അതുകൊണ്ടായിരിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
കോർണർ സോഫ കൊടുത്തിരിക്കുന്നു. നടുക്ക് ഒരു റഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഫി ടേബിൾ ഇടണമെങ്കിൽ ഇടാം. ഈ വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വോള് പൂർണ്ണമായിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും കർട്ടൻ ചെയ്തിരിക്കുന്നു. കർട്ടൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, വിൻഡോസ് ചെയ്തിരിക്കുന്ന എല്ലാം സ്റ്റീലിലാണ്. ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷിയർ കർട്ടൻ, അതിൽ മുകളിൽ കൂടെ ബ്ലാക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ജനാലയാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളിതാ ഈ കാണുന്ന ഡബിൾ ഹൈറ്റാണ്. ഈ വീടിൻ്റെ അകത്തോട്ട് ഞാനിപ്പം വന്ന് നിൽക്കുന്ന ലിവിങ് ഏരിയയിലും അതുപോലെ ലിവിങ് കഴിഞ്ഞിട്ടുള്ള ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ ഹൈറ്റാണ്. ആ ഹൈറ്റ് ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെയായിരുന്നു ഇതിനെ ഡിസൈൻ ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും പാർട്ടീഷൻ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ലിവിങ്ങിൽ നിന്ന് അടുത്ത ഏരിയയിലോട്ട് പോകുമ്പോഴുള്ള പാർട്ടീഷൻ, അത് നമ്മൾ അകത്ത് വെളിയിൽ കണ്ട ആ ഒരു MS വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. സീംലെസ് ആയിട്ടുള്ള സീ ത്രൂ ആയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ പ്ലൈവുഡിൽ അവർ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇത് TV യൂണിറ്റിനുള്ള ഏരിയയാണ്. TV വെച്ചിട്ടില്ല, താമസം തുടങ്ങിയിട്ട് ഏകദേശം 2-3 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജൊക്കെ ആയിട്ടുള്ള ഈ ഏരിയ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ കൊടുത്തിരിക്കുന്നു. ഇനി ഫ്ലോറിങ് നമ്മൾ വെളിയിൽ കണ്ടല്ലോ, ആ 4x2 ടൈല് അതുപോലെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അത് പൂർണ്ണമായിട്ട് എല്ലായിടത്തും ആ 4x2 ടൈല് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഇവിടെ എന്തായാലും വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിള്. ഡൈനിങ് ടേബിള് ഒരു 8 സീറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 6 സീറ്റർ അല്ല 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് വന്നിരിക്കുന്നത്. അതും ചെയ്തിരിക്കുന്നത് വുഡ് തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. അതിൽ ചെയറും അതുപോലെ ഇതും ചെയ്തിരിക്കുന്ന വുഡിലാണ്. അതിൽ വൈറ്റ് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു, അതായത് ആ വുഡിൻ്റെ എലമെൻറ്റ് കൊണ്ടുവരാതെ, വുഡ് കളർ കൊണ്ടുവരാതെ പൂർണ്ണമായിട്ടും വൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഈ ഗ്ലാസിൻ്റെ അടിയിൽ അവർ വൈറ്റ് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സാധനം ഒരു പോസ്റ്റി ഗ്ലാസ് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് എലവേഷനിൽ കാണുന്ന ആ ജനാലയാണ്. അതും നമ്മൾ അപ്പുറേ കണ്ടതുപോലെ തന്നെ ഗ്രേ ഷിയർ എന്നുള്ള കോൺസെപ്റ്റിലാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഡൈനിങ് ആണ്. നമ്മളിപ്പോൾ കണ്ട ലിവിങ് ഏരിയ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 12 സൈസാണ് വരുന്നത്, ലിവിങ് ഏരിയയുടെ ആ ഒരു സൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വാഷിംഗ് ഏരിയയിലേക്ക് പോകാം. വാഷിംഗ് ഏരിയയിലായിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വാഷിംഗ് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നു. ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ ഡിസൈനോട് സമാനമായിട്ടുള്ള ബോക്സ് കട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മിറർ വന്നിട്ട് ഈ വീടിന് അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ ബോക്സ് ടൈപ്പാണല്ലോ, അതേ രീതിയിലുള്ള ഒരു സ്ക്വയർ ടൈപ്പ് മിറർ വിത്ത് ഫോസറ്റ്, ടോപ്പായിട്ടുള്ള വാഷ് ബേസിന് സഹിതമാണ്, വിത്ത് ലൈറ്റാണ് ഇവിടെയും പോയിരിക്കുന്നത്. ഇതിൻ്റെയും ഹൈറ്റ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഡബിൾ ഹൈറ്റാണ്. ഈ ഡബിൾ ഹൈറ്റിൽ തന്നെ നോർമലി നമ്മൾ അതിൽ മൗണ്ടഡ് ആയിട്ടുള്ള ഇത് ലൈറ്റ്സാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നോർമലി നമ്മൾ കിച്ചണിലോട്ട് കയറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വാതിലുകളെല്ലാം ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. കിച്ചൺ ഡോർ ഉൾപ്പെടെ കിച്ചണിൻ്റെ ആ ഒരു പാർട്ടീഷൻ ഉണ്ടല്ലോ, അതായത് കിച്ചണിൻ്റെ ഈ ഡോറ് കൂടാതെ ഈ പാർട്ടീഷൻ, ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. പിന്നെ ഇതിവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് പോയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള ചെയർ കൊടുത്തിട്ടുണ്ട്. ചെയർ വുഡാണ്, വൈറ്റ് പെയിൻറ്റ് അടിച്ചിരിക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു ഫയർവുഡ് കിച്ചണും ഉണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റൗവ് അതും കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി കൊടുത്തിട്ടില്ല, അടുപ്പ് മാത്രമേ ഉള്ളേ. അതിലിവിടെ നമുക്ക് നോർമലി ഇവിടെ ആക്സറൈസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് താഴെ കട്ട്ലറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഒക്കെ. ഇതിൻ്റെ ടോപ്പായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റൗ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റാണ്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സ്റ്റോറേജുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. അതും മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അതിൽ നമുക്ക് ഓയിൽ പുള്ളൗട്ട്സ് അല്ല നമ്മുടെ പുള്ളൗട്ട്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും സ്റ്റീലിലാണ് പോയിരിക്കുന്നത്. സ്റ്റീലിൽ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ജനാലകൾ മുഴുവൻ. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ്, ഈ വീടിൻ്റെ ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ കാര്യം. എക്സ്പെൻസ് കുറയ്ക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കരുത് എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന്. 2300 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ഇൻറ്റീരിയർ എല്ലാം അടക്കം വരുന്ന റേറ്റ് 40 ലക്ഷം രൂപയാണ് ടോട്ടൽ. അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്. സോ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു റേറ്റിൽ അദ്ദേഹത്തിന് തീർക്കാൻ പറ്റിയത്. ഇനി ഇവിടെ എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഓവൻ, ഫ്രിഡ്ജ് എല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് ഏരിയയും പോയിട്ടുണ്ട്. ഇത് സ്റ്റെയർ കേസിൻ്റെ താഴെ വശമാണ്.
അത് യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കൺവെർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നു. അപ്പർ ലോഫ്റ്റും നമ്മുടെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് 3 ബെഡ്റൂംസാണ് ഉള്ളത്. താഴെ 2 ബെഡ്റൂമും അതുപോലെ മുകളിൽ 1 ബെഡ്റൂമാണുള്ളത്. നമുക്ക് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഫ്ലോറിംഗ് ഒന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഫ്ലോറിങ്ങിനൊക്കെ ഒറ്റ ടൈലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം ഫ്ലോറിങ്ങുകൾ എടുത്ത് പറയാത്തത്. ഇതാണ് മാസ്റ്ററാണ് 500x400 എന്ന സൈസിലാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആഷ് പൂഷ് ഒന്നുമല്ല, നല്ല കിങ് സൈസിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസാണ് കൊടുത്തിരിക്കുന്നത്. കിങ് സൈസിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസുള്ള ബെഡ് കോട്ട് പോയിരിക്കുന്നു. മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ. അതിൽ തന്നെ നമുക്ക് ലാമിനേറ്റ് ഒട്ടിച്ചിരിക്കുന്നത് കാണാം. 2 സൈഡിലായിട്ടും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, കർട്ടൻസ് ഉണ്ടല്ലോ, ഷിയർ പ്ലസ് അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഗ്രേ കളർ, അത് കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ വാർഡ്രോബ്. അതും വൈറ്റ് കളറാണ്. വാർഡ്രോബ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ. അവരുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നതോടെ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇവിടെയും ഉണ്ട്, നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, കർട്ടൻ കൊടുത്തിട്ടുണ്ട്. കർട്ടൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഫുൾ സൈസാണ് കർട്ടൻ കൊടുക്കുന്നത്. എപ്പോഴും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ സൈസ്. പണ്ട് ജനാലയുടെ ആ സൈസിനുണ്ടായിരുന്നു, ഫുൾ സൈസ് കർട്ടനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീട് ചെയ്യുമ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി മുകളിലോട്ട് വരാം. മുകളിലോട്ട് സീലിംഗ്, ചിപ്സത്തിൻ്റെ സീലിംഗാണ് പോയിരിക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് പാനൽ ലൈറ്റുകൾ പോയിട്ടുണ്ട്. അതിൽ സൈഡിൽ കൂടെ കോവ് ലൈറ്റ് കൊടുത്തിരിക്കുന്നതും കാണാൻ സാധിക്കും. അതൊരു വാമാണ് കോവ് ലൈറ്റ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് 1ാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഞാൻ തുറന്ന് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ഡോറും ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. അത് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നു. ഇത് വരുമ്പോഴത്തേക്കും 400 സൈസാണ്. അത് 500 ആയിരുന്നു. ഇത് 400 ബാക്കിയെല്ലാം നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ് കോട്ട് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജനാലകളെല്ലാം തന്നെ സ്റ്റീലാണ്. കർട്ടൻ പോയിരിക്കുന്നു. മുകളിൽ കൂടെ നമുക്ക് സീലിങ്ങിൽ ജിപ്സം സീലിംഗ് ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു പക്ഷേ ഇതറിയാമായിരിക്കും. ഇനി അതിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അതിൽ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ ഇവരിവിടെയും പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു പഴയ അലമാരയുണ്ട്, അതങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലവും വെറുതെ കളഞ്ഞിട്ടില്ല. അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയാണ് സ്റ്റെയർ കേസ്. മുകളിലെ 1 ബെഡ്റൂം മാത്രമേ ഉള്ളൂ. സ്റ്റെയർ കേസ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം. അതിൽ തന്നെ നമുക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡബിൾ തിക്നെസ്സിൽ ഗ്രാനൈറ്റാണ്. താഴെ വരുമ്പോഴത്തേക്കും ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി സൈഡിലോട്ട് വരാം. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൈൽസ് നോക്കിക്കഴിഞ്ഞാൽ MS, അതുപോലെ MS-ൻ്റെ ആ ഒരു മെഷ് നമ്മൾ വെളിയിലൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ MS-ൻ്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ വൈറ്റ് പെയിൻ്റാണ് പൂർണ്ണമായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. ഇവർക്കൊരു ഓപ്പൺ ടെറസുണ്ട്. ആ ഓപ്പൺ ടെറസിലേക്കാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് ജനാല, ഇതും ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. ഇനി നമുക്ക് ഇവരുടെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. 3ാമത്തെ ബെഡ്റൂമിൻ്റെ പ്രത്യേകത സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 500x400 സൈസ് തന്നെയാണ്. വലിയ സൈസിലാണ്. നമ്മൾ വെളിയിൽ നിന്ന് ആ ബോക്സ് എലവേഷൻ കണ്ടില്ലേ, ആ ബോക്സ് എലവേഷൻ ഈ ബെഡ്റൂമാണ്. കിങ് സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകൾക്ക് പ്രത്യേകിച്ച് ഇവർ അധികം വാർഡ്രോബുകളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. വളരെ ഭംഗിയായിട്ട് അവർക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ വൃത്തിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അതേസമയം ആ ലൈറ്റ് നിർത്തിയാലും നമുക്ക് വെളിയിൽ നിന്നുള്ള ആ നാച്ചുറൽ ലൈറ്റിനെ കൃത്യമായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് വൃത്തിയായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈ വീട് 2400 സ്ക്വയർ ഫീറ്റാണ്. 2400 സ്ക്വയർ ഫീറ്റ് 3 BHK ആണ് വരുന്നത്. 40 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ചിലവായിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റിങ്, ബാക്കിയുള്ളവരുടെ എന്താ പറയുക ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഓണർ, ഇത് ചെയ്ത ആർക്കിടെക്റ്റ് എല്ലാമായ സലീമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റാണ്, ഈ വീടിൻ്റെ ഉടമസ്ഥനാണ്. നമസ്കാരം. എപ്പോഴും ഒരു ആർക്കിടെക്റ്റിൻ്റെ വീട് കാണിക്കാനും അത് പോയി എടുക്കാനും ഭയങ്കര സന്തോഷമാണ്. കാരണം ഒറ്റ കാരണമുള്ളൂ, അത് സ്പേഷ്യസ് ആയിരിക്കും, ഡിസൈനിൽ സ്പെസിഫിക് ആയിരിക്കും, പിന്നെ മാത്രമല്ല കാണാൻ ഭംഗിയായിരിക്കും, സിമ്പിളായിരിക്കും, യൂട്ടിലിറ്റി ഉണ്ടാകും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തൊഴിൽ ഇതായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ഒരു 2300 സ്ക്വയർ ഫീറ്റ് വീട് 40 ലാക്സിന് തീർത്തു എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിക്ക്.
ശരിയല്ലേ? അതെ, സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് ആദ്യം തന്നെ എടുത്തത്. എത്ര വർഷം കൊണ്ട് തീർന്നത്? ഒരു വർഷത്തിനകത്ത് തീർത്തു. ഓക്കെ. ഇതിനകത്ത് നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ടുള്ള ആ ഒരു പ്രിക്കോഷൻ മാത്രം ഒന്ന് പറയാമോ? മെയിനായിട്ട് സ്റ്റീൽ വിൻഡോസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കാണുമ്പോൾ ജസ്റ്റ് UPVC ഫിനിഷ് ഉണ്ടെങ്കിലും സ്റ്റീൽ വിൻഡോസ് ആണ് മാക്സിമം ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡിൽ ഞാൻ പ്രത്യേകം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. കാര്യം മിക്കവാറും സ്റ്റെയർ കേസ് വരുമ്പോഴത്തേക്കും സ്റ്റെയർ കേസ് ഡിസൈനും അതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന എലമെന്റ്സും ഒരുപാട് ചിലവുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് എത്ര രൂപയ്ക്ക് ചില ആ സ്റ്റെയർ കേസിന്റെ മാത്രം ഒന്ന് പറയാൻ പറ്റുമോ? ഏകദേശം എത്ര ആയിട്ടുണ്ടെന്നൊരു ഊഹം പറയാൻ പറ്റുമോ? ഒരു 25,000 തീർന്നിട്ടുണ്ട്. 25,000 രൂപയ്ക്ക് ചെയ്ത സ്റ്റെയർ കേസ് അല്ലേ ചേട്ടാ? പ്രത്യേകം നോട്ട് ചെയ്തോ, ഇത് 25,000 രൂപീസിൽ തീർന്നിരിക്കുന്നതാണ്. ഏകദേശം ഒരു 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കൂടിയ വിലയനുസരിച്ചും ചെറിയൊരു വേരിയേഷൻ വന്നേക്കല്ലേ. യെസ്. ഇനി നിങ്ങളുടെ ഡിസൈൻ വൈറ്റ് കളർ. അതെ, വൈറ്റ് മാക്സിമം വൈറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചു. അത് നേരത്തെ അതിനോടുള്ള താല്പര്യമുണ്ട്. കോമൺ ആ ഒരു പാറ്റേൺ വിടാം. വൈറ്റ് അത് മാക്സിമം നല്ല വെന്റിലേഷൻ വെളിച്ചം ഇതിനകത്ത് മാക്സിമം ഉപയോഗിക്കാം. അതെ, അതുപോലെ ഡബിൾ ഹൈറ്റ്. അതെ. ഈ ലിവിങ്ങും ഡൈനിങ്ങും ആണ് നമ്മൾ മെയിനായിട്ട് ഡബിൾ ഹൈറ്റ് ആയിട്ട് കൊടുത്തത്. യെസ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സറൗണ്ടിങ്സ് ഭയങ്കര പച്ചപ്പാണ്. അതെ. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്തിരിക്കുമ്പോഴത്തേക്കും ഒരു ആകെ ഉള്ളത് ഇവിടുന്ന് നമ്മുടെ ഫാൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നില്ല, സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആവി അല്ലെങ്കിൽ ചൂട് ഫീൽ ചെയ്യും. സർക്കുലേഷൻ കറക്റ്റായിട്ട് പ്രോപ്പർ വെന്റിലേഷൻ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി വൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും പറയുന്ന ഒരു സാധനമുണ്ട്, ചെളി പിടിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധേഡായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്? അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ എല്ലാം വാഷബിൾ പെയിന്റും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെല്ലാം. അതെല്ലാം വാഷ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഒരു കാലാവാസന കാണും. യെസ്. അതുപോലെ ടൈല്, മാറ്റ് ഫിനിഷ് ടൈലുകളോടെ ആർക്കിടെക്ട്സിന് എപ്പോഴും അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. 90% ആർക്കിടെക്ട്സിന് സജസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് മിക്കവാറും ഗ്ലോസിലോട്ട് പോകാറുണ്ട്. ഇതും നമ്മുടെ ഒരു സ്പെക്കിലുണ്ടായിരുന്നു അല്ലേ? അത് മാറ്റ് ടൈലാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് വഴിക്ക് വിചാരിക്കാനൊക്കെ എപ്പോഴും ബെറ്റർ ആകുന്നത് വഴി വിചാരിക്കാൻ ഒക്കെ ഭംഗിയായിട്ട് ചെയ്യാനും പറ്റി. ടൈൽ ഏതാ യൂസ് ചെയ്യണം? ബ്രാൻഡ് സ്പെസിഫിക് ആണോ അതോ കളർ ഡിസൈൻ ആയിരുന്നു അല്ലേ? എപ്പോഴും കൺസൾട്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറയുന്ന ഒന്നാണ്, നിങ്ങൾ ബ്രാൻഡ് സ്പെസിഫിക് ആ ഡിസൈൻ സ്പെസിഫിക് ആവും എന്നുള്ളത്. അത് നിങ്ങൾ ഓക്കെ. ഇനി സർവീസ്, നമ്മളിപ്പോൾ നമ്മുടെ വീട് ചെയ്തിരിക്കുന്നതാണ്. ഇത് മലപ്പുറത്ത് എവിടെയാണെന്നൊന്നും പ്രോപ്പറായിട്ട്? ഇത് മലപ്പുറത്ത് വാഴക്കാട് പഞ്ചായത്തിലാണ്. മലപ്പുറം അതേപോലെ അനന്തായൂർ എന്ന സ്ഥലമാണ്. പ്രോപ്പർ അനന്തായൂർ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്രദേശം. ഇതിന് മുറ്റത്ത് വന്ന് നിന്നാൽ ഇങ്ങനെ ഒരു വീട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതെ. ഇനി നിങ്ങളുടെ സർവീസ് എവിടെയൊക്കെ? നമ്മൾ ഓൾ കേരളയാണ് സർവീസ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ പ്രൊജക്ട് നടക്കുന്നത് ഇപ്പോൾ കാസർഗോഡും ട്രിവാൻഡ്രത്താണ്. കാസർഗോഡും ട്രിവാൻഡ്രത്തും വർക്ക് നടക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല. കാര്യം കാസർഗോഡ് കേരളത്തിന്റെ വടക്കേ അറ്റവും ട്രിവാൻഡ്രം കേരളത്തിന്റെ തെക്കേ അറ്റവും ഇത് രണ്ടിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. കൺസൾട്ടിങ് നമ്മൾ കൂടുതൽ, പിന്നെയുള്ള കൺസൾട്ടിങ് ആണ്. കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞാൽ കൂടുതലും ചെയ്യുന്നുണ്ട്, രണ്ട് ചെയ്യുന്നുണ്ട്. കൺസൾട്ടിങ് മാത്രം മതിയെങ്കിൽ അത് മാത്രം, പ്ലാനും 3D ഡിസൈനിങ് മാത്രം അത്ര എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയൊരു പ്രൊജക്റ്റ് ഇദ്ദേഹത്തിന്റെ സ്വന്തം വീടാണ്. രണ്ടാമതൊരു പ്രൊജക്റ്റ് കണ്ണൂരില്ലേ നമ്മൾ ഫിനിഷ് ആയിരിക്കുന്നത്. കണ്ണൂർ നമ്മുടെ ഒരു പ്രൊജക്റ്റ് അത് നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇവരുടെ സർവീസ്, ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നേരിട്ട് വിളിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രൊജക്റ്റ് തന്നതിന് താങ്ക് യു സോ മച്ച്. എപ്പോഴും എല്ലാ പ്രൊജക്റ്റ് തീരുമ്പോഴും പറയുന്ന ഒന്നാണ്, ഏതൊരു പ്രൊജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊരു വീടിനും ഒരു ആത്മാവുണ്ട്. ആത്മാവിരിക്കുന്നത് ഉള്ളിലാണ്, സോൾ. നിങ്ങളുടെ വീടുകളും ഇതുപോലെ തന്നെ ധന്യമായി തീരട്ടെ. നിങ്ങൾ വീട് വയ്ക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ഭംഗിയുള്ള, വൃത്തിയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, സ്വപ്നത്തിനനുസരിച്ച് വീട് വയ്ക്കി തീരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അജയ് ശങ്കർ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.